വർഷങ്ങൾക്ക് മുമ്പ് വിദൂരമായ ഒരു സമുദ്രത്തിൽ ഒരു ദ്വീപുണ്ടായിരുന്നു. ആ ദ്വീപിൽ ഒരു ദുർമന്ത്രവാദിനി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് സിക്രോക്സ്. ചന്ദ്രനെ വരെ നിയന്ത്രിക്കാൻ കഴിയും എന്ന മന്ത്രവാദം നടത്തിയതിന് സിക്രോക്സിനെ അൽജിയേഴ്സിൽ നിന്നും ഈ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടതാണ്. നാവികർ അവളെ ദ്വീപിലേക്ക് കൊണ്ടുവന്നു. അവൾ ഗർഭിണിയായതിനാൽ അവളെ മരണത്തിൽ നിന്നും ഒഴിവാക്കി പകരം അവിടെ ഉപേക്ഷിച്ചു. അവൾ ജന്മം കൊടുത്ത കാലിബൻ എന്ന രാക്ഷസരൂപിയായ മകനെ പൈശാചിക ദൈവമായ സെറ്റബോസിനെ ആരാധിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. അവൾ അവിടെ ആത്മാക്കളെ അടിമകളാക്കാൻ തുടങ്ങി. അവരിൽ പ്രധാനിയായ ഏരിയൽ അനുസരണക്കേടിന്റെ പേരിൽ അവളെ ഒടുവിൽ ഒരു പൈൻമരത്തിൽ തടവിലാക്കി. സിക്രോക്സിന്റെ മരണശേഷം മകനായ കാലിബനും ആത്മാവായ ഏരിയലും ആ ദ്വീപിൽ അവശേഷിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്കു ശേഷം ഈ ദ്വീപിലേക്ക് രണ്ടുപേർ എത്തുന്നു. സ്വന്തം രാജ്യത്തു നിന്നും പുറത്താക്കപ്പെട്ട പ്രോസ്പെറോ എന്ന രാജാവും അദ്ദേഹത്തിന്റെ സുന്ദരിയായിട്ടുള്ള മകളായ മിറാൻഡയും. പ്രോസ്പെറോവിന് സകലവിധ ഇന്ദ്രജാലവും അറിയാമായിരുന്നു. അദ്ദേഹം ഏരിയലിന് സിക്രോക്സിന്റെ തടവിൽ നിന്ന് പിന്നീട് മോചനം നൽകി. എന്നാൽ അദ്ദേഹത്തെ സേവിക്കാൻ ഏരിയൽ ബാധ്യസ്ഥനായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യം നൽകാമെന്ന പ്രോസ്പെറോയുടെ വാഗ്ദാനമാണ് ഏരിയലിന്റെ പ്രതീക്ഷ. തന്റെ അമ്മയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഈ ദ്വീപ് പ്രോസ്പെറോയും മകൾ മിറാൻഡയും കൈവശപ്പെടുത്തിയ ശേഷം കാലിബൻ അവരുടെ അടിമയാവാൻ നിർബന്ധിതനായി. അങ്ങനെ പ്രോസ്പെറോയും മിറാൻഡയും ഏരിയലിനോടും കാലിബനോടും ഒരുമിച്ച് ഒരു ഗുഹയിൽ കഴിച്ചു കൂട്ടുകയായിരുന്നു. ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഒരു ദിവസം പ്രോസ്പെറോവിന് ഒരു കാര്യം മനസ്സിലായി. തന്റെ നാട്ടുകാരും ബന്ധുക്കളുമായ ഒരു രാജകുടുംബം ഈ ദ്വീപിന്റെ സമീപത്തു കൂടി കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ മിലൻ നഗരത്തിന്റെ പ്രഭുവായിട്ടുള്ള അന്റോണിയോയും അലൻസോവിന്റെ സഹോദരൻ സെബാസ്റ്റ്യനും മകൻ ഫെർഡിനൻഡും വൃദ്ധനായ ഗോൺസാലോവും അതിൽ ഉൾപ്പെട്ടിരുന്നു. അവർ അലൻസോയുടെ മകൾ ക്ലാരിബെല്ലിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇറ്റലിയിൽ നിന്ന് ആഫ്രിക്കയിലെ ടുണീസ് വരെ പോയി തിരിച്ചു വരികയായിരുന്നു. പ്രതികാരദാഹിയായ പ്രോസ്പെറോ തന്നെ നാട്ടിൽ നിന്നോടിച്ച് രാജ്യഭരണം തട്ടിയെടുത്ത തന്റെ സഹോദരൻ അന്റോണിയോ അതിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അല്പം ഇന്ദ്രജാലം പ്രയോഗിച്ച് അവരുടെ കപ്പലിന് അപകടം വരുത്താൻ തീരുമാനിച്ചു. ഉടനെ തന്നെ ഒരു വലിയ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. സമുദ്രം ഇളകി മറിഞ്ഞു. തിരമാലകൾ യാത്രാ കപ്പലിന്റെ ഇരുഭാഗത്തും ആഞ്ഞടിച്ചു. കപ്പൽ ഏതാണ്ട് മുങ്ങുമെന്ന ഘട്ടമായി. അപ്പോഴേക്കും അത് മണ്ണിൽ ഉറച്ചുപോയി. അതുകൊണ്ട് കപ്പൽ മുങ്ങിയില്ല. അടുത്തൊരു ദ്വീപുണ്ടെന്ന് അറിഞ്ഞപ്പോൾ യാത്രക്കാരെല്ലാവരും വെള്ളത്തിലേക്ക് ചാടി. അങ്ങനെ കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ടു. അങ്ങനെ മന്ത്രവാദം കൊണ്ട് തനിക്ക് ആവശ്യമുള്ളവരെ എല്ലാം ദ്വീപിലെത്തിക്കാൻ പ്രോസ്പെറോവിന് കഴിഞ്ഞു. ഈ കൊടുങ്കാറ്റ് കണ്ട് പേടിച്ചു നിൽക്കുന്ന മിറാൻഡയും അതിന്റെ പ്രവർത്തനം കണ്ടു നിൽക്കുന്ന പ്രോസ്പെറോയും കടൽ തീരത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മിറാൻഡ പേടിച്ച് വിറച്ചുകൊണ്ട് ചോദിച്ചു, എന്തൊരു ഭയങ്കര കൊടുങ്കാറ്റ്. അപ്പോൾ പ്രോസ്പെറോ പറഞ്ഞു, അതുകൊണ്ടൊരാവശ്യമുണ്ട് മകളെ. ഇതുവരെ നിന്നോട് ഞാൻ എൻ്റെ മുൻ കഥകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴിതാ അതിനുള്ള സന്ദർഭം വന്നിരിക്കുന്നു. നീ ചോദിക്കാറുണ്ടല്ലോ നമ്മൾ എങ്ങനെ ഈ ദ്വീപിൽ വന്നു പെട്ടെന്ന്. ആ കഥ ഞാൻ പറയാം, കേട്ടോളൂ. ഞാൻ 12 കൊല്ലം മുമ്പ് മിലാൻ എന്ന നഗരത്തിൽ ഒരു ഭരണാധികാരിയായിരുന്നു. അക്കാലത്ത് മാജിക് പഠിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. രാജ്യം ഭരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് ഒരു മാജിക്കുകാരനാകാനാണ്. രാജ്യഭരണം എൻ്റെ സഹോദരനും നിന്റെ ചെറിയച്ഛനുമായ അന്റോണിയോവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പുസ്തകക്കെട്ടുമായി ഒരു മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ഈ സന്ദർഭം മുതലാക്കാൻ നോക്കുകയാണ് അന്റോണിയോ ചെയ്തത്. ഒരു ദിവസം അർദ്ധരാത്രിയിൽ എന്റെയും നിന്റെയും കൈയും കാലും കെട്ടി ഒരു ചെറിയ വഞ്ചിയിൽ കയറ്റിയിരുത്തി പുറം കടലിലേക്ക് അയാൾ തള്ളിവിട്ടു. ഇതൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചത് ഗോൺസാലോ എന്ന പ്രഭുവിനെയായിരുന്നു. അദ്ദേഹം നല്ലവനായതുകൊണ്ട് എൻ്റെ മാന്ത്രിക പുസ്തകക്കെട്ടുകളും അത്യാവശ്യ ഭക്ഷണവും വഞ്ചിയിൽ തന്നെ നിക്ഷേപിച്ചിരുന്നു. ആ വഞ്ചിയാകട്ടെ ആടിയുലഞ്ഞ് ഈ ദ്വീപിന്റെ സമീപമെത്തി. പിന്നീട് വിവരമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ മരിച്ചു പോയെന്നാണ് അന്റോണിയോ വിചാരിച്ചത്. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന ഈ കപ്പലിൽ അന്റോണിയോയും മറ്റുമുണ്ട്. അതായത് നിന്റെ ചെറിയച്ഛനായ അന്റോണിയോവും കൂട്ടുകാരും. ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ച് അവരുടെ വഴി തെറ്റിക്കുകയും കൊടുങ്കാറ്റുണ്ടാക്കി കപ്പൽ ഇവിടെ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. നീ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പ്രോസ്പെറോ കഥ അവസാനിപ്പിച്ച് മകളോടൊപ്പം തന്റെ ഗുഹയിലേക്ക് മടങ്ങി. ദ്വീപിന്റെ മറ്റൊരു ഭാഗത്ത് നേപ്പിൾസിലെ രാജാവായ അലൻസോവിന്റെ ഏക മകനായ ഫെർഡിനൻഡ് കൊടുങ്കാറ്റ് കണ്ട് പേടിച്ച് കപ്പലിൽ നിന്നും കടലിലേക്ക് ചാടിയ ശേഷം നീന്തി കരയിൽ കയറി രക്ഷപ്പെട്ടിരുന്നു. പരിചയമില്ലാത്ത ദ്വീപിൽ അലഞ്ഞു നടന്ന് ഒടുവിൽ അയാൾ പ്രോസ്പെറോവിന്റെ ഗുഹയുടെ സമീപമെത്തി.
മിരാൻഡ തന്നെയും തൻ്റെ പിതാവിനെയും അല്ലാതെ മൂന്നാമതൊരു മനുഷ്യനെ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവൾ ഫെർഡിനൻഡെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഫെർഡിനൻഡും മിറാൻഡയെപ്പോലെ ഒരു സുന്ദരിയെ കണ്ടിട്ടില്ലായിരുന്നു. പ്രഥമ വീക്ഷണത്തിൽ തന്നെ അവർ സ്നേഹബദ്ധരായി. ഇതും വാസ്തവത്തിൽ പ്രോസ്പെറോവിൻ്റെ വിദ്യ തന്നെയായിരുന്നു. നേപ്പിൾസിലെ അനന്തരാവകാശിയായ രാജകുമാരനെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പ്രോസ്പെറോവിൻ്റെ ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. എങ്കിലും ഫെർഡിനൻഡിൻ്റെ ആത്മാർത്ഥതയും മകളോടുള്ള സ്നേഹവും പരീക്ഷിച്ചറിയണമെന്ന് തോന്നിയതുകൊണ്ട് രാജകുമാരനോട് വളരെ ഹീനമായിട്ടാണ് പ്രോസ്പെറോ പെരുമാറിയത്. ആവശ്യമില്ലാതെ ശകാരിക്കുകയും അയാളെ കൊണ്ട് വിറക് ചുമപ്പിക്കുകയും ഒക്കെ ചെയ്തു നോക്കി പ്രോസ്പെറോ. ഇതൊന്നും മിറാൻഡയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മിറാൻഡ അയാളോട് ജോലി നിർത്തിവെച്ച് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു. അത്രമാത്രം അവൾ അയാളെ സ്നേഹിച്ചിരുന്നു. തൻ്റെ മകളെയും ഭാവി വരനായ ഫെർഡിനൻഡിനെയും സംസാരിക്കാൻ വിട്ടുകൊണ്ട് പ്രോസ്പെറോ അലൻസോവിനെയും അന്റോണിയോവിനെയും സംഘത്തിനെയും സ്ഥിതി അറിയാൻ കടൽ തീരത്ത് എത്തിച്ചേർന്നു. അന്റോണിയോ, അലൻസോ, സെബാസ്റ്റ്യൻ, ഗോൺസാലോ ഇവരൊക്കെ ഒന്നിച്ച് കരയിലെത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ മകനായ ഫെർഡിനൻഡ് ഈ കപ്പൽ അപകടത്തിൽ മരിച്ചുപോയി എന്നായിരുന്നു അലൻസോവിൻ്റെ ധാരണ. ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പലരും പലതും പറഞ്ഞു നോക്കി. അങ്ങനെ ക്ഷീണിച്ചു പോയ എല്ലാവരും അല്പം കിടന്നുറങ്ങി. ഇവരുടെ എല്ലാ പ്രവൃത്തികളും സശ്രദ്ധം നോക്കിക്കാണുകയായിരുന്നു പ്രോസ്പെറോവും ഏരിയലും. ഒരു നേരിയ സംഗീതം കേട്ടിട്ടാണ് ആ രാജകുടുംബം വീണ്ടും കൺതുറന്നത്. വിശപ്പ് സഹിക്കാനാവാതെ അവർ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പ്രോസ്പെറോവിൻ്റെ കൽപ്പന പ്രകാരം ഏരിയലും കൂട്ടുകാരും കൂടി കടൽ തീരത്ത് സ്വാദേറിയതും സുഗന്ധപൂരിതവുമായ ഭക്ഷണ സാധനങ്ങൾ മിന്നുന്ന പാത്രങ്ങളിലാക്കി നിരത്തിവെച്ചു. കപ്പൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് അലഞ്ഞു നടക്കുന്ന അലൻസോവും കൂട്ടുകാരും ആർത്തിയോടുകൂടി ഭക്ഷിക്കാനെത്തി. ഇത് സ്വപ്നമോ മായയോ എന്നറിയാതെ അത്ഭുതപ്പെടുകയായിരുന്നു എല്ലാവരും. പെട്ടെന്ന് അതിൻ്റെ പിന്നാലെ പ്രോസ്പെറോ പറഞ്ഞതനുസരിച്ച് ഏരിയൽ ഒരു കഴുകന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അലൻസോവിനെയും കൂട്ടുകാരെയും പേടിപ്പിക്കുന്ന വിധം ചിറകടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഏരിയൽ അങ്ങുമിങ്ങും പറന്നു നടന്നു. അവസാനം ഭക്ഷ്യവസ്തുക്കളെല്ലാം അപ്രത്യക്ഷമാക്കുകയും ചെയ്തു. വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും കാഠിന്യം അവർ ശരിക്കും മനസ്സിലാകട്ടെ എന്നായിരുന്നു പ്രോസ്പെറോവിൻ്റെ ആശയം. കഴുകന്റെ ചിറകടിക്ക് ശേഷം ഏരിയൽ ഒരു മനുഷ്യനെപ്പോലെ അവരുടെ മുന്നിൽ ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. അലൻസോവിനോടും ആന്റോണിയോവിനോടും അവർ ചെയ്ത ദുഷ്കൃത്യങ്ങൾ വിവരിക്കുക മാത്രമല്ല, ജ്യേഷ്ഠനെ വധിക്കാൻ ശ്രമിച്ചതും ആ മഹാപാപത്തിന്റെ ഫലവും അനുഭവിക്കേണ്ടതാണെന്ന് ഏരിയൽ പറഞ്ഞു. അവർ അങ്ങനെ ദാഹിച്ചു വിശന്നു പൊരിഞ്ഞു. അവർക്ക് മരിക്കേണ്ടി വരും എന്ന മട്ടായി. പശ്ചാത്തപിക്കാത്ത വിധം പലതും ചെയ്തിട്ടുണ്ടല്ലോ, മരിക്കുന്നതിന് മുമ്പ് മാപ്പ് പറയാൻ പറ്റിയ സന്ദർഭമാണിത്. ഇങ്ങനെയുള്ള ഉദ്ബോധനത്തോടെ ഏരിയൽ വീണ്ടും അപ്രത്യക്ഷനായി. വളരെ സൗകര്യങ്ങളോടെ അസുഖം സമുദ്രയാത്ര ചെയ്തിരുന്ന രാജാവും മറ്റു പ്രഭുക്കന്മാരും കപ്പലപകടത്തിൽപ്പെട്ടതും കരക്കടിഞ്ഞതും വിശന്നു പൊരിയുന്നതും മഹാപാപത്തിന്റെ ഫലമായിരിക്കണമെന്നാണ് അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. തങ്ങൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് ജ്യേഷ്ഠനായ പ്രോസ്പെറോവിനോടും മകളായ മിറാൻഡയോടും പെരുമാറിയതെന്ന് അവർ ആലോചിച്ചു. പ്രോസ്പെറോവിനെ കാണാനിട വന്നാൽ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കേണ്ടതാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. ഏരിയൽ മറഞ്ഞിരിക്കുന്ന പ്രോസ്പെറോവിൻ്റെ അടുത്ത് മടങ്ങിയെത്തി. എന്നിട്ട് അന്റോണിയോവും അലോൺസോവും കൂട്ടുകാരുമൊക്കെ തൻ്റെ കൃത്യങ്ങളെ ആലോചിച്ച് പശ്ചാത്തപിക്കുന്നുണ്ടെന്ന കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ പ്രോസ്പെറോ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. അങ്ങനെയാണെങ്കിൽ അവരെ ഇനിയും കഷ്ടപ്പെടുത്തേണ്ട എന്ന് പ്രോസ്പെറോവിന് തോന്നി. അതുകൊണ്ട് ഏരിയലിനോട് അവരെ മുഴുവൻ തൻ്റെ ഗുഹയുടെ പരിസരത്തേക്ക് കൊണ്ടുവരാൻ പ്രോസ്പെറോ നിർദ്ദേശിച്ചു. പറഞ്ഞതുപോലെ തന്നെ ഏരിയൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനാവുകയും അവരുടെ മുമ്പിൽ ചെന്ന് അതിമനോഹരമായ ഒരു സംഗീതത്താൽ അവരെ ആകർഷിച്ച് ഗുഹാമുഖത്തേക്ക് വഴി കാണിച്ചു കൊടുത്തു. പ്രോസ്പെറോവിൻ്റെ അടുത്തെത്തിച്ചു. പ്രോസ്പെറോവിൻ്റേത് ഒരു സാധാരണ വേഷമായിരുന്നു കൊണ്ട് തന്നെ അന്റോണിയോവിനോ അലോൺസോവിനോ അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പ്രോസ്പെറോ പറഞ്ഞു, ഇത് ഞാനാണ്, മിലനിലെ രാജാവായിരുന്ന പ്രോസ്പെറോ, നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് വിധേയനായി സ്ഥാനം നഷ്ടപ്പെട്ട പ്രോസ്പെറോ. നിങ്ങൾ എന്നെ അത്ര വേഗം മറന്നു കാണില്ല, മറക്കാൻ പാടില്ല. ഈ സന്ദർഭത്തിൽ പശ്ചാത്താപം കൊണ്ട് വീർപ്പുമുട്ടിയ അലോൺസോവും അന്റോണിയോവും പ്രോസ്പെറോവിനോട് മാപ്പ് അപേക്ഷിച്ചു. രാജാധികാരം തിരികെ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. പ്രോസ്പെറോ ആവട്ടെ ഒരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം ക്ഷമിച്ചു. സഹോദരനോടെന്ന പോലെ പെരുമാറാൻ തയ്യാറായി. പശ്ചാത്താപം പ്രകടിപ്പിച്ച് സംസാരിച്ചതിന് ശേഷം പ്രോസ്പെറോവിനെ അന്റോണിയോയും അലോൺസോവും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. മാത്രമല്ല, ഇത്രയും വലിയ അപകടങ്ങളിൽപ്പെട്ടിട്ടും ഇത്രയും കാലം ഒറ്റയ്ക്ക് ദ്വീപിൽ കഴിച്ചു കൂട്ടിയിട്ടും നിരാശ തോന്നാത്ത പ്രോസ്പെറോവിന്റെ മനസ്ഥിതിയെ അവർ അഭിനന്ദിച്ചു. പക്ഷേ അലോൺസോ മാത്രം തന്റെ മകൻ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം സഹിക്കാൻ വയ്യാതെ പ്രോസ്പെറോവിനോട് ആവലാതി പറയുകയായിരുന്നു. പ്രോസ്പെറോ പറഞ്ഞു, പ്രിയപ്പെട്ട അലോൺസോ, നിങ്ങൾ എനിക്ക് രാജ്യം അടക്കി തന്നല്ലോ, കൂടാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഞാൻ വളരെ സന്തുഷ്ടനാണ്. എൻ്റെ സന്തോഷത്തിന് അടയാളമായി ഞാൻ നിങ്ങൾക്കൊരു വലിയ സമ്മാനം നൽകാൻ പോകുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് പ്രോസ്പെറോ മിറാൻഡയെയും ഫെർഡിനൻഡയെയും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി. തൻ്റെ പിതാവായ അലോൺസോ ആ കപ്പൽ അപകടത്തിൽ മരിച്ചു പോയിട്ടുണ്ടെന്നാണ് ഫെർഡിനൻഡ് കരുതിയത്.
പിതാവ് നഷ്ടപ്പെട്ടില്ല എന്ന് മകനും മകൻ നഷ്ടപ്പെട്ടില്ല എന്ന് പിതാവും അറിയാനിട വന്നപ്പോൾ രണ്ടുപേർക്കും ഉണ്ടായ ആശ്വാസവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ വയ്യ. ഫെർഡിനൻഡിന്റെ അടുത്ത് ഒരു സ്വർഗദേവതയെ പോലെ കാണപ്പെട്ട മിറാൻഡയെ ചൂണ്ടി അലോൺസോ ചോദിച്ചു, ആരാണ് ഈ ദേവത? ഉടനെ മറുപടി പറഞ്ഞത് ഫെർഡിനൻഡാണ്. അവൾ ദേവതയൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. മിലനിലെ രാജാവായിരുന്ന പ്രോസ്പെറോവിന്റെ മകൾ മിറാൻഡയാണിത്. അലോൺസോ വിനീതയായ മിറാൻഡയോട് പറഞ്ഞു, നന്നായി മകളെ, നന്നായി. നിന്നോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അന്ന് രാത്രി ഗംഭീരമായ ഒരു സദ്യയാണ് പ്രോസ്പെറോ തന്റെ അതിഥികൾക്ക് നൽകിയത്. പിറ്റേന്ന് പ്രഭാതത്തിൽ എല്ലാവരും ഉന്മേഷത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരിക്കെ ഇറ്റലിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള സൗകര്യങ്ങൾ എന്താണെന്ന് അന്വേഷണമുണ്ടായി. അപ്പോൾ പ്രോസ്പെറോ പറഞ്ഞു, നിങ്ങളുടെ കപ്പലിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ജാലവിദ്യയിൽ ഉണ്ടാക്കി തീർത്തതാണ് ആ കൊടുങ്കാറ്റും പ്രശ്നങ്ങളും. കപ്പൽ മുങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ കപ്പൽ ജോലിക്കാരും സുരക്ഷിതരാണ്. ദ്വീപിൻ്റെ മറ്റൊരു ഭാഗത്ത് അവർ നേരത്തെ കരപറ്റിയിരുന്നു. ഇന്നാണ് അവരെല്ലാവരും ഒത്തുകൂടിയത്, പ്രോസ്പെറോ പറഞ്ഞു. അങ്ങനെ ആ സമാഗമത്തിൽ സന്തുഷ്ടരായി തീർന്ന എല്ലാവരും ഒന്നിച്ച് ഇറ്റലിയിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ ചെന്നിട്ട് വേണം ഫെർഡിനൻഡിന്റെയും മിറാൻഡയുടെയും വിവാഹം നടത്താൻ. അതിനു മുമ്പ് തന്നെ പ്രോസ്പെറോ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇനി രാജ്യകാര്യങ്ങൾ നോക്കി നടത്താൻ സന്ദർഭം കിട്ടുകയാണെങ്കിൽ താൻ ഒരിക്കലും മാജിക്കിന്റെ പുസ്തകങ്ങൾ തൊടുക പോലും ചെയ്യില്ല. അതാണല്ലോ തൻ്റെ ജീവിതത്തിൽ ഈ വലിയ ദുരിതങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത്. ഒരിക്കലും ഒരു രാജാവും പ്രജകളുടെ കാര്യത്തിൽ വീഴ്ച വരുത്തിക്കൂടാ. കൂടാതെ ഒരു കാര്യം കൂടി പ്രോസ്പെറോവിന് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. മുമ്പ് വാക്കു കൊടുത്തതുപോലെ താൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ അതുപോലെ നടന്നതുകൊണ്ട് ഏരിയൽ എന്ന ഭൂതത്തിന് പരിപൂർണ സ്വാതന്ത്ര്യം നൽകുന്ന കാര്യം പ്രോസ്പെറോ മറന്നിട്ടുണ്ടായിരുന്നില്ല.